ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, ഒരു മീഡിയം ടൈപ്പ് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ. നല്ലൊരു വലിയ ഒരു തക്കാളി, ഒരുപാട് വലുത് വേണ്ട, നല്ല വലുപ്പമുള്ളൊരു തക്കാളി. ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 1.5 തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്കൊന്നും വെന്തുടയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് നീളത്തിലുള്ള പീസാക്കി അങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പീസാക്കി, ഓരോ പീസിനെയും 2 പീസാക്കി നടുവെന്ന് കീറിയിടുക കേട്ടോ. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി മതി. കുറച്ച് കറിവേപ്പിലയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത്, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി. അതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 പിടിയോളം വൻപയറാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഒരു 2 വിസിൽ, ഒരുപാട് വേവ് ഉള്ളതാണെങ്കിൽ 2 വിസിലൊക്കെ മതിയാവും, അല്ലെങ്കിൽ ഒരൊറ്റ വിസിലൊക്കെ മതിയാവും കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം എന്താ നമ്മുടെ തക്കാളിയും മുരിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. തക്കാളിയുടെ അളവൊന്നും ഒരുപാട് കൂടരുത്, ഒരുപാട് പുളിയായി പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൻപയർ നമ്മളിപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുതിർത്തതൊന്നും അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ വേവാൻ. അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ആയി വരട്ടെ. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ പയറിൽ, പിന്നീട് ഉപ്പ് ചേർക്കും. ഇനി ഒരു പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 2 ചെറിയുള്ളി, നല്ല വലുപ്പമുള്ള ഒരു വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 2 ചേർക്കാം വെളുത്തുള്ളി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തൈര്, ഒരു 1/4 കപ്പോളം, 1/4 കപ്പ് ടു 1/2 കപ്പ് ചേർക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട, ഈ തൈര് ചേർത്ത് അരച്ചാൽ മതി. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മുരിങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് തൈര് കൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്ത് കട്ട ഉടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഏകദേശം 1/2 ലിറ്ററോളം തൈര് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. എന്നിട്ടിത് തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാവണം കേട്ടോ, അത്രേ പാടുള്ളൂ. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കരുത്, 1/2 ഗ്ലാസ് വെള്ളം മതി. ഇനി ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ എൻ്റെ പേഴ്സണൽ ഇതിൽ ചൂടായി കഴിയുമ്പോൾ ആ തൈരിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, ചില തൈരിന് ഒരു ചെറിയ റോ ടേസ്റ്റ് വരും. ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. ഒരു 2 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 നുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക, ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. പുളി ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് തൈര് ചേർത്ത കറികൾക്ക് എപ്പോഴും ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഓവർ പുളിയുള്ള തൈരും ഒരുപാട് പുളിയുള്ള തക്കാളിയും ചേർക്കരുത്. കാരണം തൈരും തക്കാളിക്കും പുളിയുണ്ട്. അപ്പം നമ്മളിത് ഒരുപാട് പുളിയുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ പുളി ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തൈരിന് പുളി വേണം എന്നാൽ ഒരുപാട് പുളി ആവുകയും ചെയ്യരുത്. അപ്പോൾ ഒന്ന് ചൂടായി, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യുക. തിളയ്ക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും. ഇനി അതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചിട്ട് ഒരു 4-5 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാൽ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും 1-2 വറ്റൽമുളക് 1-2 കട്ട് ചെയ്ത് നമുക്ക് അതും കൂടി ഇതിനകത്തേക്കിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തൈര് തക്കാളിയും കൂടെ ഉള്ള കൂട്ട് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം താളിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നമ്മൾ സാധാരണ രീതിയിൽ മുരിങ്ങയും തക്കാളിയും കൂടി കറി വയ്ക്കുമല്ലോ തേങ്ങ അരച്ചിട്ട്, അതിന് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉലുവാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. നമ്മളിതിൽ ജീരകം ചേർത്ത് അരയ്ക്കുന്നുമില്ല. അപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോഴത്തേനും ഇതാ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു ചെറിയ സവോള കടുകിട്ട് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ സവോള ചേർക്കാം. അതല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു അരമുറിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും
വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് ചതച്ച മുളക്, വറ്റൽമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ, നമ്മുടെ വറ്റൽമുളക് ചതച്ചതാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അളവ് ഒരുപാട് കൂടരുത്. എന്നിട്ട് അത് ചേർത്തൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റുക. പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും 1 പിടിയോളം ചിരകിയ തേങ്ങ നമുക്കതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ, അതിൽ കുറച്ച് വെള്ളമുണ്ട്, ഞാൻ ആ വെള്ളത്തോട് കൂടി ചേർക്കുകയാണ്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർക്കേണ്ട. വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കാതിരുന്നാലും മതി. എന്നിട്ട് ഇതൊന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരണം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു തട്ടിക്കൂട്ട് കറിയും കൂടി. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് കേട്ടോ. എണ്ണ ഒഴിച്ചു, ഒരു സവോള, മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞു, ഒരു വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് കേട്ടോ. ഒരുപാട് വലിയ പീസല്ല, കുറച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ എടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടി, ഞാനൊരു 1/2 ടീസ്പൂണും ഇത്തിരി കൂടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം. ഇത്രയും മതി കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി. എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും ചേർക്കണ്ട. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കില്ല. ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് സമയം എടുത്ത് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവുന്ന പോലെ ആ എണ്ണയിൽ തന്നെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന പോലെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരും കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല പോലെ കളറ് ചേഞ്ചായി നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഇത്തിരി സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. എത്രയേ ഉള്ളൂ. നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊണ് വിളമ്പിയിട്ടുണ്ട്. തൈരും തക്കാളിയും മുരിങ്ങയും കൂടി ഒഴിച്ച് കറി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, അതുപോലെ തന്നെ വൻപയർ തോരൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടമോ അച്ചാറോ അതും കൂടെയൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ വെജിറ്റേറിയൻ റെസിപ്പീസ്, അതായത് വെജിറ്റേറിയൻ ലഞ്ച് മെനു നമ്മളൊരു 10-50ഓളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. 3-4 കൂട്ടം കറികളും ചേർത്തുള്ള ഉച്ചയൂണ് റെസിപ്പീസ്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലഞ്ച് മെനു എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാണാത്തറ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മൾ ലൈക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ലൈക്കിൻ്റെ അവിടെ ലൈക്ക്, ഷെയർ, ഡൗൺലോഡ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഹൈപ്പിലൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ടൊന്ന് ഓക്കെ കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ, എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക. നേരത്തെയുള്ള വീഡിയോസൊക്കെ കാണാത്തവർ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെയുള്ള വീഡിയോസൊക്കെ കാണുക. ഞാൻ പറഞ്ഞ പോലെ ലഞ്ച് മെനു നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യാറ്. അപ്പോൾ ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് പുതിയ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. കൂടുതലും നമ്മൾ വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ റെസിപ്പീസ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഒരുപാട് റെസിപ്പി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.